Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു ലോഗോ, അതായത് നമ്മൾ വീഡിയോസിലൊക്കെ വെക്കുന്ന വാട്ടർമാർക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ലൈറ്റ് മോഷൻ പോലുള്ള ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയല്ല നമുക്ക് ക്യാപ്കട്ടിൽ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ക്യാപ്കട്ടിൽ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ ആപ്ലിക്കേഷനിൽ ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ക്യാപ്കട്ടിൽ എങ്ങനെ ഈ ഒരു മെത്തേഡിൽ, അതായത് ഈ ഒരു ഗ്ലോ എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, അതിനുവേണ്ടി ഞാൻ ഇവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് വന്ന് ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്യാപ്കട്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഓൾറെഡി ഒരു VPN കണക്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും VPN എന്ന് എഴുതിയിട്ടുണ്ട്. VPN കണക്ട് ചെയ്ത ശേഷം നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ഇതുപോലെ വന്ന് ഒരു ക്ലിപ്പ് ആഡ് ചെയ്യുക. നിങ്ങൾ വന്ന് നിങ്ങളുടെ വീഡിയോ, ഏത് വീഡിയോയിലാണോ ലോഗോ ആഡ് ചെയ്യേണ്ടത്, മീൻസ് വാട്ടർമാർക്ക് ആഡ് ചെയ്യേണ്ടത്, അത് വന്ന് ഇതിലേക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഷോർട്ട് ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഹോൾ വീഡിയോ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർലേയിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ഓവർലേയിൽ വരിക. ഇവിടെ നമുക്ക് മുകളിലായിട്ട് സ്റ്റോക്ക് വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ആഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് സ്ക്രീനിൽ ഫില്ലാവുന്ന പോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. എന്താ ഈ ഒരു വീഡിയോ, നിങ്ങളുടെ വീഡിയോയുടെ എൻഡ് വരെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായി സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ബാക്ക് വരിക. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ എഡിറ്റിംഗ് പേജിൻ്റെ പേര് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ സ്റ്റൈല്, എഫക്ട്സ്, ആനിമേഷൻ ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോൺസിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഫോണ്ട്, ഇവിടെ ക്യാപ്കട്ടിൻ്റെ പുതിയ അപ്ഡേറ്റിൽ നമുക്കിവിടെ കുറേ അധികം ഫോൺസ് ഇതിൽ തന്നെ ഡിഫോൾട്ടായിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറേ അധികം ഫോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോണ്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് എടുക്കുന്നത്. ഇത് വന്ന് നമ്മൾ ടിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതല്ല വേറെ ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ബോൾഡായിട്ടുള്ള ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, നേരത്തെ മാറ്റിയിട്ടുണ്ട് ജസ്റ്റ്. ദെൻ നമ്മൾ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ ഇതേപോലെ ഇതും വീഡിയോയുടെ എൻഡിലേക്കായിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കലാണ്. ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഇതേപോലെ എടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഗാലറി പോവുക. ആ ഒരു സ്ക്രീൻഷോട്ട് വന്ന് കുറച്ച് ക്രോപ്പ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗാലറി പോയ ശേഷം ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തത് നമ്മൾ ജസ്റ്റ് ക്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു NKL EDITS എന്ന് എഴുതി നമ്മൾ ആ ഒരു ടെക്സ്റ്റ് വന്ന് ഇതേപോലെ കളയുക. അതായത് ആ ഒരു ടെക്സ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഓവർലേയിൽ വന്ന് ആഡ് ചെയ്ത ആ ഒരു ലെയറും ബ്ലാക്ക് ലെയറും ഇതേപോലെ ഫുള്ളായിട്ട് കളയുക. അതായത് നമ്മൾ ആഡ് ഓവർലേ അഗെയിൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫോട്ടോസിൽ വന്നാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ക്രോപ്പ് ചെയ്ത പോർഷൻ, അതായത് ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓവർലേ ആയിട്ട് ഇതേപോലെ ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഇതും കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏതൊരു സൈഡിലാണോ ലോഗോ വെക്കുന്നത് ആ ഒരു സൈഡ്, അതായത് ഇപ്പം ഈ ഒരു ഭാഗത്താണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സെൻറ്റർ പോർഷനിലാണ് വെക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. നിങ്ങൾ ഏതൊരു ഭാഗത്താണോ ലോഗോ വെക്കാറ് ആ ഒരു രീതിക്ക് ഈ ഒരു ക്ലിപ്പ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പം കട്ട് ഔട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്ന് ക്രോമാക്കി ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കളറ് ചൂസ് ചെയ്യേണ്ടത് വൈറ്റ് ആണ്. വൈറ്റ് കളർ ഇതേപോലെ ചൂസ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇത് വൈറ്റ് കളർ ചൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷാഡോയും വന്ന് 100ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു വൈറ്റ് കളർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെയാണോ ലോഗോ വെക്കുന്നത്, അതായത് നിങ്ങളിപ്പോൾ ലോഗോ വെക്കുമ്പോൾ ഈ ഒരു പാർട്ടായിരിക്കും നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെൻറ്റർ പാർട്ടിൽ വെച്ചിട്ട് ക്രോമാക്കി ആഡ് ചെയ്താൽ ആ ഒരു സെൻറ്റർ പാർട്ടിലെ ഭാഗമായിരിക്കും നമുക്കിപ്പോൾ താഴേക്കൂടെ ആ ഒരു വാട്ടർമാർക്കിൽ കാണിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള പോർഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യണം. അതാണ് ഞാൻ ഫസ്റ്റ് ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ സെൻറ്റർ പോർഷൻ തന്നെയാണ് വെക്കുന്നത്. ഈ ഒരു രീതിക്ക് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിത് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു ക്ലിപ്പ് ഇതേപോലെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. ദെൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. ഇതേപോലെ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആ ഒരു നേരത്തെ ആഡ് ചെയ്ത ഓരോ ഓവർലേ ലെയർ ഇതേപോലെ ഡിലീറ്റ് ചെയ്യുക. ദെൻ അഗെയിൻ ആഡ് ഓവർലേ കൊടുക്കുക. വീഡിയോസിലേക്ക് വരിക. നമ്മൾ ആ ഒരു എക്സ്പോർട്ട് ചെയ്ത ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ ഫില്ലായി കറക്റ്റ് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ബാക്ക് വരിക. അതായത് ഇവിടെ നമുക്ക് ബാക്ക് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഫുള്ളായിട്ട് ബാക്ക് വന്ന ശേഷം നമുക്കിവിടെ എഫക്ട്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ വീഡിയോ എഫക്ട്സിൽ വരിക. വീഡിയോ എഫക്ട്സിൽ വന്ന ശേഷം നമ്മൾ ലെൻസ്, ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഓവർലേ VPN കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. VPN കണക്ട് ചെയ്താലേ നമുക്ക് ഈ ഒരു എഫക്ട്സും കാര്യങ്ങളെല്ലാം ലോഡായി കിട്ടുള്ളൂ.
ദെൻ ഇവിടെ നമുക്ക് എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഗ്ലോ വന്ന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്ലോ വന്ന് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്കിവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അഡ്ജസ്റ്റ്, റീപ്ലേസ് എഫക്റ്റ്, കോപ്പി, ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മെയിൻ വീഡിയോക്കാണ് ഇപ്പോൾ ആ ഒരു ഗ്ലോ എഫക്റ്റ് ആഡ് ആയിട്ടുള്ളത്. അത് നമ്മളൊന്ന് ഓവർലേയിലേക്ക് കൊടുക്കുക. ദെൻ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ഓവർലേയിലേക്ക് ആ ഒരു ഗ്ലോ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വാട്ടർ മാർക്കിന് കറക്റ്റായിട്ട് ആ ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ബാക്ക് വന്ന ശേഷം നമ്മൾ ആ ഒരു ഓവർലേ ലെയർ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിൽ വരിക. ബ്ലെൻഡിൽ വന്ന ശേഷം നമ്മൾ ലൈറ്റൻ സെലക്ട് ചെയ്യുക. ദെൻ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ആ ഒരു വാട്ടർ മാർക്ക് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിക്കായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾ വീഡിയോക്ക് CC അതേപോലെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഗോ മാത്രമായിരിക്കും ആ ഒരു ഗ്ലോയിൽ ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ CCയും കാര്യങ്ങളൊക്കെ ഫുൾ വീഡിയോ ഔട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതായത് CapCut യൂസേഴ്സിനോടാണ് അവരിപ്പം ലോഗോ കുറച്ചാളെങ്കിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സിമ്പിളായിട്ട് ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ വാട്ടർ മാർക്ക് ആഡ് ചെയ്യാൻ നമ്മൾ വേറെ സോഫ്റ്റ്വെയർ മീൻസ് വേറെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണോ, അതോ നമ്മൾ ഇപ്പോൾ നോർമലി എല്ലാവരും ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ കുറച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കിഡിലൻ ഗ്ലോ വാട്ടർ മാർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഔട്ട്പുട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ ഇതേപോലെ ആരെയും ക്രിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ടാഗ് ചെയ്യുക വീഡിയോസൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇനി ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എഡിറ്റിംഗ് വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.